കലാകായിക രംഗത്തും അതുപോലെ സിനിമാ നാടക രംഗത്തും ഒക്കെ നമുക്ക് അംഗീകാരം കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും ഒന്നും കിട്ടുന്നില്ല. ചിലവർ പറയും ജോലി ചെയ്യുന്നിടത്ത് ഭയങ്കര ശത്രുദോഷമാണ്, ആരുടെ ഒരു അംഗീകാരവും സ്നേഹവും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ അംഗീകാരവും സ്നേഹവും ഒക്കെ കിട്ടാതെ വരുമ്പോൾ കൊളീഗ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അംഗീകാരം കിട്ടാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് പലതരം യന്ത്രങ്ങളൊക്കെ ഉണ്ട്, അംഗീകാരവും സ്നേഹവും ഒക്കെ കിട്ടാനുള്ള, അംഗീകാരമൊക്കെ കിട്ടാനുള്ള ഇതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നിരന്തരമായിട്ടൊരു മന്ത്രമുണ്ട്. അത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇത്ര ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുത്തിട്ടൊക്കെ ഈ മന്ത്രം നമ്മൾ നിരന്തരമായിട്ട് ജപിച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും ചെയ്യുന്ന ജോലിയിൽ അതുപോലെ ചെയ്യുന്ന സ്ഥലത്ത് സ്നേഹവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. മന്ത്രം ഇതാണ്: ഐം ഹ്രീം ശ്രീം എന്നാണ്. ഐം ഹ്രീം ശ്രീം, ഒറ്റ 3 വാക്കാണ്. ഐം ഹ്രീം ശ്രീം, ഒറ്റ വരി 3 വാക്ക്. ഇത് നിങ്ങൾ അവസാനത്തേത് ഐം ഹ്രീം ശ്രീം എന്നാണ്, ഷ റീം. അപ്പോൾ ഇത് നിങ്ങൾ ജപിക്കാം. കൂടാതെ ഓം ശ്രീം ഹ്രീം ഹ്രീം ക്ലീം ഐം വജ്ര വൈരോജിനേയേ ഹ്രീം ഹ്രീം ഫട്ട് സ്വാഹ. ഓം ശ്രീം ഹ്രീം ഹ്രീം ക്ലീം ഐം വജ്ര വൈരോജിനീയേ ഹ്രീം ഹ്രീം ഫട്ട് സ്വാഹ. ഇതും നിത്യവും നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കലാകായിക രംഗത്തോ അതുപോലെ മത്സര രംഗത്തോ ഒക്കെ നിങ്ങൾക്ക് അംഗീകാരം കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് നിത്യവും ജപിച്ച് ശക്തിപ്പെടുത്താം. ഏതൊരു 41 ദിവസമൊക്കെ നിങ്ങൾ 108 രൂപ വെച്ചൊക്കെ അങ്ങോട്ട് ജപിച്ചോളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് അനുഗ്രഹം ഉണ്ടാവും. ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു അംഗീകാരമൊക്കെ നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുകയും ചെയ്യും.